നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചിരുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത്. അശ്വതി മുതൽ മകം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പൂര നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂര നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുക. 20 വർഷമാണ് ശുക്രദശ ആകെ ഉള്ളത്. അതിൽ ഏകദേശം പകുതി ലഭിക്കും എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ 10 വയസ്സ് വരെ ശുക്രദശയും 16 വയസ്സ് വരെ സൂര്യദശയും 26 വയസ്സ് വരെ ചന്ദ്രദശയും 33 വയസ്സ് വരെ ചൊവ്വാദശയും 51 വയസ്സ് വരെ രാഹുർദശയും 67 വയസ്സ് വരെ വ്യാഴദശയും അതിനുശേഷം 86 വയസ്സ് വരെ ശനിദശയുമാണ്. പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യദശയും ചൊവ്വാദശയും വ്യാഴദശയുമാണ് അനുകൂല ദശാകാലങ്ങൾ. എന്നിരുന്നാലും ജാതകത്തിൽ ചന്ദ്രൻ അനുകൂലമാകുന്ന പക്ഷം ചന്ദ്രദശയും നല്ല ഫലത്തെ നൽകിയേക്കാം. ഈ പറഞ്ഞ ദശാകാലങ്ങൾ ഏതാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ഉള്ളത് എന്ന് നോക്കി അതിനനുസരിച്ച് വേണം ഫലത്തെ നിശ്ചയിക്കാനായിട്ട്. നല്ല ദശാകാലങ്ങളുള്ളവർക്ക് പറയുന്ന ഫലത്തിൽ കൂടുതലായിട്ട് വർധനവ് ലഭിക്കാം, നേട്ടങ്ങൾ ഉണ്ടാകാം. മോശം ദശാകാലങ്ങൾ ഉള്ളവരാണെങ്കിൽ നല്ല ഫലത്തിൽ കുറവ് വന്നേക്കാം. ഇനി നമുക്ക് പൊതുവെ പൂരനക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊന്ന് നോക്കാം. പൂരനക്ഷത്രക്കാർ പൊതുവെ സാഹചര്യങ്ങളെ അറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട വർഷമാണ്. ഈ കഴിയുന്ന വർഷം ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ അത് നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കേണ്ടതാണ്. പരമാവധി എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആകർഷണീയമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാകുന്നതാണ്. പൊതുവെ പൂര നക്ഷത്രക്കാർക്ക് സംഘടനാ മികവ് ദൃശ്യമാകുന്ന വർഷമാണ്. സാമൂഹ്യ സേവന രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പൂര നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ്. ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൂര നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ദൂരയാത്രകൾക്കൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയേക്കാൾ മികച്ച ഫലങ്ങൾ രണ്ടാം പകുതിയിൽ ലഭിക്കുന്നതാണ്. റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുക. അതേപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും ധനപരമായിട്ട് ചെലവ് വർദ്ധിക്കാനും അനാവശ്യ ധനനഷ്ടത്തിനും ഒക്കെ സാഹചര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുമാണ്. സ്ത്രീകളായിട്ടുള്ള പൂര നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രതീക്ഷിച്ച രീതിയിൽ നന്നാകണമെന്നില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ എടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രയോഗത്തിൽ ആദ്യകാലം മുതൽ ശ്രദ്ധ കൊടുത്ത് നടപ്പിലാക്കേണ്ടതുമാണ്. വിവാഹിതരായിട്ടുള്ളവർ പങ്കാളിയുമായിട്ട് മികച്ച ബന്ധം പുലർത്താൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിലേക്ക് പെടാതെ ശ്രദ്ധിക്കുക. ചെറിയ പ്രശ്നങ്ങളെയൊക്കെ കാര്യമായിട്ട് എടുക്കാതെ സമചിത്തതയോടുകൂടി പെരുമാറുക. വിദ്യാർത്ഥികളായിട്ടുള്ള പൂര നക്ഷത്രക്കാർക്ക് അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഠനത്തിൽ ഉഴപ്പാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്നവരായിട്ടുള്ള പൂര നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പൂര നക്ഷത്രക്കാർ വരും വർഷം അശ്രദ്ധയോടെ കാണാതിരിക്കുക, ശ്രദ്ധ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൂര നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ഉത്തരം നക്ഷത്രക്കാരുടെ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.